കുറേ കാലമായി നിങ്ങളുടെ വായന നിന്നു പോയിട്ടുണ്ടോ? എങ്കിൽ ആ നിന്നുപോയ വായനയെ ഒറ്റയടിക്ക് റീസ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെ പറ്റിയ ഒരു പുസ്തകത്തെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ബിനീഷ് പുതുപ്പണത്തിൻ്റെ മധുരവേട്ട. പ്രേമനഗരം എന്ന പുസ്തകത്തിലൂടെ ഈ അടുത്ത കാലത്ത് വളരെയധികം ട്രെൻഡിങ് ആയ ഒരു എഴുത്തുകാരനാണ് ബിനീഷ് പുതുപ്പണം. ഒരു കുഞ്ഞു പുസ്തകം, എന്നാൽ അത്ര കുഞ്ഞിതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഈ പുസ്തകത്തിന് പറയാനുണ്ട്. 5 പെൺസുഹൃത്തുക്കൾ, 5 പേർക്കും അത്ര സുഖകരമല്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലം പറയാനുണ്ട്. എന്നാൽ കഥ അതല്ല. 5 പേരും കൂടി ചേർന്ന് ഒരു പെൺസഭ രൂപീകരിക്കുന്നു. നാട്ടിൽ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രത്യാക്രമണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. കൃത്യമായി പദ്ധതി തയ്യാറാക്കി അവർ ആസൂത്രണം ചെയ്യുന്നു. സമൂഹത്തിൽ ആണിനെ ഇടപെടാവുന്ന ഏതു മേഖലയിലും എന്തുകൊണ്ട് പെണ്ണിന് ആയിക്കൂടാ എന്ന ചോദ്യം ഉയർത്തുകയാണ് പെൺസഭ. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ലഹരിക്കായി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. ഇങ്ങനെ പോകുന്നു കഥയുടെ ഇതിവൃത്തം. ഒരു കുഞ്ഞു നോവൽ, ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാവുന്ന ഒന്ന്. എന്നാൽ അതിൽ നിറയെ എന്താണ് ഫെമിനിസം എന്ന ചോദ്യം ഉയർത്തുകയാണ് ഗ്രന്ഥകാരൻ. പ്രത്യേകിച്ചും ഫെമിനിസ്റ്റ് പ്രയോഗങ്ങൾക്കൊക്കെ വലിയ സ്വാധീനം കിട്ടുന്ന ഇക്കാലത്ത് എന്താണ് ഫെമിനിസം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആണിനേക്കാൾ വലുതാണ് പെണ്ണ് എന്ന് സ്ഥാപിക്കലല്ല, മറിച്ച് ആണിനും പെണ്ണിനും തുല്യ അവകാശങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കുന്ന, അതിനുവേണ്ടി പോരാടുന്നതിൻ്റെ പേരാണ് ഫെമിനിസം എന്നാണ് നമ്മുടെ സമൂഹം തിരിച്ചറിയുക. പെൺസഭയെക്കുറിച്ച് വായിക്കാം മധുരവേട്ടയിലൂടെ.